good morning. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഒരു രാത്രിയിലത്തെ വ്ളോഗാണ് കേട്ടോ. രാത്രിയിലത്തെയും പിറ്റേ ദിവസം രാവിലത്തെയും കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ ഞാൻ അയിലയും മണങ്ങും കൂടെ മേടിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അയില ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മണങ്ങ് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ടു. അപ്പോൾ സുധിച്ചേട്ടൻ വന്നിട്ട് സുധിച്ചേട്ടൻ്റേതായ കുറച്ച് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സുധിച്ചേട്ടനാണ് എന്ത് ചെയ്യുന്നത്, മീൻ വറുക്കുന്നത്, അതേപോലെ തന്നെ മുട്ട വറുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സുധിച്ചേട്ടനാണ്. ആൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് ഹെൽപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും സമ്മതിക്കും. എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കട്ടെ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് മീനും വറുക്കും, മുട്ട വറുത്തൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, മണങ്ങൊക്കെ ഞാൻ നന്നാക്കി വെക്കാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു ഇരിപ്പിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നന്നാക്കി എടുക്കാണ്ട്. കൂട്ടത്തിൽ തുമ്പിക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞി കത്രികയൊക്കെ ആയിട്ട്. എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും കത്രികനോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ മണങ്ങൊക്കെ 5-6 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഞാനൊരു ചോറ്റുപാത്രത്തിലെടുത്ത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് മസാല പുരട്ടി വെക്കാമെന്നാണ്. ഞാൻ മണങ്ങ വറുക്കുക മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ മത്തങ്ങയും പയറും കൂടി ഇട്ടിട്ട് എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. അത് ഫ്രീസറിലൊക്കെ വെച്ചതിന് ശേഷം ബാക്കി ഇത് ചോറ് തന്ന പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോട് കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ എന്തുട്ടാ, നമ്മൾ രാത്രിയിൽ സിങ്കിൽ പാത്രങ്ങൾ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോഴും പാചകം ചെയ്യാനായിട്ടൊരു മൂഡ് ഉണ്ടാവില്ല. രാവിലെ തന്നെ നമ്മുടെ മൂഡ് പോകട്ടാ. അങ്ങനെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും വയ്യായൊക്കെ കാര്യങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ പാത്രമൊക്കെ കഴുകാനായിട്ട് സിങ്കിലിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മടിയാകും. ഉള്ള പണിയും കൂടെ ചെയ്യാനായിട്ട് മടിയാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വയ്യെങ്കിലും ഞാൻ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ചെല്ലാം അടിപൊളിയാക്കി തിളക്കി വെച്ചിട്ടായിരിക്കും കേട്ടോ കിടന്നുറങ്ങാം. കാരണം നമുക്ക് പിറ്റേ ദിവസം ആ ഒരു എനർജി കിട്ടണമെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് കടല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആവി പിടിക്കാനായിട്ട് ചെയ്യാനായിട്ട് കാരണം ഞാൻ അറിയാണ്ട് സൂചിയുടെ വീഡിയോ എടുത്താണ്. ഞാൻ വിചാരിച്ചു അതും കൂടെ കാണിക്കാമെന്ന് കേട്ടോ. ആവി പിടിക്കലെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മിറാക്കിളായിരുന്നു കേട്ടോ. എൻ്റെ തുമ്മൽ ഏത് വഴിക്ക് പോയെന്ന് പറയാൻ പറ്റില്ല. തലവേദനയൊക്കെ മാറി. ഹലോ, അപ്പോൾ ദേ ആവിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഇന്നത്തെ രാത്രിയിലത്തെയും നാളത്തെ രാവിലത്തെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞത് കിടക്കാൻ വന്നിരിക്കുകയാണ്. 2 പ്രാവശ്യം ആവി പിടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട്. എന്നാലും തുമ്മൽ നിന്നിട്ടില്ല കേട്ടോ. അമ്മ വന്ന് നോക്കി ഇതിലാരൊക്കെ നോക്കി എല്ലാവരോടും ഹായ് പറഞ്ഞേ. തുമ്പി ഹായ്. തുമ്പിക്കും ഇച്ചിരി അടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ ഇരുന്നിരുന്നല്ലേ എനിക്ക് തുമ്മലും ജലദോഷമല്ലേ. പക്ഷേ തലവേദനക്ക് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ആവി പിടിക്കുമ്പോൾ നല്ലൊരു റീഫ്രഷ് ആയ പോലെ തോന്നും. അപ്പം അത്ര ഉള്ളൂ കേട്ടോ. നാളത്തെയും കൂടെ കാണാം നമുക്ക് വീഡിയോ. അപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണേ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടില്ലേ. നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇന്ന് നല്ല തണുവുണ്ടിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് നല്ല രസമുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. പക്ഷെ എന്നാലും എപ്പോഴും വയ്യാണ്ടാവും. തുമ്മലിപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ മാറിയിട്ടുണ്ട്. തലവേദന മാറി, ആവി പിടിച്ചപ്പോൾ മാറി. അപ്പോൾ ഇതേ അടുക്കളയിൽ ഞാൻ എന്തുട്ടാ ചായക്ക് വെച്ചിട്ടുണ്ട്. കെറ്റിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഇല്ലാണ്ട് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടേക്കാണ് വന്നിട്ടുണ്ട്. മുഖം പോലും കഴുകിയിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. ഇന്നത്തെ ഇപ്പോൾ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഇൻട്രോ പറഞ്ഞ് നിന്ന് ഇൻട്രോനെ കുറേ സമയം പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ അത് നമ്മുടെ കടലയൊക്കെ അടിപൊളിയായിട്ട് സോക്കായിരിക്കുന്നുണ്ട്. കടല പുഴുങ്ങി മാത്രം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടക്കുമ്പോഴൊക്കെ അത് കൊടുക്കാറുണ്ട് കേട്ടോ. അടുപ്പ് രണ്ടും ബിസിയാണ് കേട്ടോ. ഒന്നിൽ ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട്, മറ്റേതിൽ കടല വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ദോശയും കടല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അതേപോലെ തന്നെ എന്തുട്ടാ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടും കടല ഉണ്ടാക്കിയാലോ. അത് എന്തെങ്കിലും ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മളിത് ഇന്നലെ മണങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ.
അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് കുതിരട്ടെ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുളിച്ചതല്ലേ, കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ പതിവ് പോലെ നമ്മുടെ തുളസിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നിറയെ തുളസിയാണ്. അപ്പോൾ ഇതേ തുളസിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് വരാം. നിങ്ങളെല്ലാ ദിവസവും അമ്പലത്തിലാണോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കേട്ടോ. നമ്മുടെ അടുത്ത കുറച്ച് അമ്പലങ്ങൾ കൂടുതൽ തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ പോകാൻ. അതിൽ കുറേ കാര്യങ്ങൾ ഗുണങ്ങളായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ദിവസം അടിപൊളിയാകും. അതേപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ കുളിച്ചാൽ തന്നെ ഒരുമാതിരി എല്ലാ പണികളും തീർന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഞാൻ അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിനെ ഏൽപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ അതേ 2 പേര് എണീറ്റിട്ടുണ്ട്. പിന്നെ സുധിച്ചേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കടല ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ കടലക്കൊരു 7 വിസിൽ വേണം കേട്ടോ. നമ്മൾ സാധാ നല്ല കുക്കറാണെങ്കിൽ 4-5 വിസിൽ മതി. ഇത് ഇച്ചിരി പഴയ കുക്കറാണ്. ഞാൻ ചോറ് മാത്രമാണ് നല്ല കുക്കറിൽ വെക്കാട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പയർ തപ്പാണ്ട് ഈ കാണുന്നത്. പയർ എങ്ങനെ തപ്പിയിട്ടും കാണില്ല. പക്ഷേ ഞാൻ എടുത്ത ഹോർലിക്സ് കുപ്പിയിലായിരുന്നു പയർ. വെളിവില്ലാണ്ടായി എന്ത് ചെയ്യുമെന്ന് വെച്ച പോലെ ഉണ്ട് എൻ്റെ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്ക് എന്തിനാണ് വന്നതെന്നൊക്കെ ഒരു നിശ്ചയം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ചില സമയത്ത് ഒരു റിലേയും കിട്ടാറില്ല. അപ്പോൾ അതേ പയറൊക്കെ ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. പയർ വെച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തുട്ടാ, രാവിലത്തെ ഗോതമ്പ് പുട്ടും കടലയാണ്. ആദ്യം ദോശയാണ് പ്ലാൻ ചെയ്തത്, പിന്നെയാണ് ഗോതമ്പ് പുട്ട് ആക്കിയത്. അപ്പോൾ അതേ ഗോതമ്പ് പുട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് എടുത്തു വെച്ചു. പിന്നെ അതേ നമ്മുടെ മണങ്ങ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൂന്തലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു. മണങ്ങ് കൈയോടെ തന്നെ നല്ലോണം ആഴ്ന്ന് വരഞ്ഞെടുക്കാണ്ട് ഞാൻ നല്ലോണം ആഴത്തിൽ അടുപ്പിച്ച് വരഞ്ഞെടുക്കട്ടെ. എന്നാലാണ് മസാലാസ് ഇങ്ങനെ ശരിക്കും പരണ്ട് വരുന്ന എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേ മസാലകളൊക്കെ ഇടുകയാണ്. ഞാൻ മീൻ വറുക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി ഇടാറുണ്ട്. പെരിഞ്ചീരകപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ വറുത്ത് സമയമുണ്ടെങ്കിൽ വറുത്തതിന് ശേഷം ഇപ്പം അയില ചാളയൊക്കെ വറുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ ഈ സമയമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ മിക്കപ്പോഴും ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ സാധാ ചെയ്യുന്ന ആ ഒരു സംഭവം പരട്ടി വെച്ചു. പിന്നെ അതേ ഒരു കുഞ്ഞി കഷ്ണം മത്തങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുഞ്ഞി കഷ്ണം ഞാൻ മാറ്റി വയ്ക്കുകയാണ് അമ്മക്ക് പോകുമ്പോൾ കൊടുക്കാനായിട്ട്. കാരണം തുമ്പിക്ക് ചോറിൽ അമ്മ ഇങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മിക്കപ്പോഴും ഉച്ചയ്ക്ക് അവൾ അവിടെ ആയതുകൊണ്ട് അമ്മയാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ലീവ് എടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ തുമ്പിക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും വീട്ടിലായിരിക്കുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മത്തങ്ങ ഇതെടുക്കാണ്ട്. മത്തങ്ങ എനിക്ക് അങ്ങനെ തന്നെ തിന്നുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തുട്ടാ, ഇത് ഞാൻ കടലക്കറിയല്ലേ വെക്കുന്നത്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ. ഞാൻ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ആവശ്യത്തിനുള്ള സവാളാസൊക്കെ ഇങ്ങനെ അരിഞ്ഞൊക്കെ മാറ്റി വെക്കുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അപ്പം നമ്മുടെ അതേ പയർ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ഇടുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളല്ല ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയില്ല മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ എരിച്ചത് ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പേ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ഒരു മീൻകറി മാത്രം വെക്കാൻ അറിയുള്ളൂ ഒരാളായിരുന്നു ഞാൻ. ഇനി വീഡിയോ എടുത്ത് ശീലിപ്പിച്ചപ്പോൾ തുടങ്ങിയാണ് യൂട്യൂബ് നോക്കലും കാര്യങ്ങളൊക്കെ ആയതോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. വീഡിയോ എടുപ്പിൽ നമുക്ക് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ തേങ്ങയിൽ നമ്മളൊരു പച്ചമുളക്, കുറച്ച് ഉള്ളി, ഒരു 2 വെളുത്തുള്ളി, അതിന് ശേഷം കറിവേപ്പില, കുറച്ച്
ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ എടുപ്പിലൂടെ അങ്ങനെ കുറേ ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാത്ത കുറേ സംഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, സക്സസ് ആവാൻ പറ്റി, ചിലതൊക്കെ ഫ്ലോപ്പ് ഔട്ടാണ്. അതിലൊന്നും നമ്മൾ വിഷമിക്കരുത്. എന്നാലും അങ്ങനെ കുറേ ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ എന്നിട്ടാണ് മീൻ വറുക്കാനായിട്ട് ഇടാണ് കേട്ടോ. ഇത്രയും മീൻ വറുത്തത് നമ്മൾ കൊണ്ടുപോകുന്നില്ല, കുറച്ചുകൂടെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ വറുത്തപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ വറുത്തതാണ്. അപ്പോഴത്തേക്കും നമ്മൾ ചോറിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് എന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഊറ്റി വയ്ക്കാൻ കേട്ടോ. കുക്കറിൽ ആണ് ഞാൻ ചോറ് വെക്കുന്നത്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷം എന്താണ്, നമ്മൾ കടല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ അച്ഛനും മക്കളൊക്കെ എണീറ്റ് ടി വിയൊക്കെ വെക്കലും കാര്യങ്ങളുമാണ്. അതാണ് ഞാൻ ഓൺ വോയിസ് കൂടുതൽ ഇടാത്തത്. ഇവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൊട്ടും പാട്ടൊക്കെ ഇരിക്കും, അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും കേട്ടോ. അപ്പോൾ കടല പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ മസാല ചെയ്യുക കേട്ടോ. ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തുമ്പി വന്നിട്ട് ഞാൻ ആ മസാലകളൊക്കെ ഇട്ട് വെക്കുന്ന ഒരൊറ്റ പാത്രമില്ല, എല്ലാ മസാലകളും ഇട്ട് വെക്കുന്ന ആ പാത്രം കൊണ്ട് നിലത്തോട്ട് മറിച്ചിട്ടു. അപ്പോൾ ഇതൊരു കുഴഞ്ഞ വടിവത്തിലുണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ പാക്കറ്റിലിരിക്കുന്നത്. ഇനി അതൊന്ന് ശരിയാക്കണം. ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ കുറച്ച് കടലുള്ളൂ കേട്ടോ, അതൊന്ന് ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കടല ശരിയാകും. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ശരിയായിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മുടെ കടല നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. വറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുക്ക് രൂപത്തിലായിട്ടുണ്ട്. അതായിരിക്കും നമുക്ക് ഇഷ്ടം. ഇങ്ങനെ ഭയങ്കര വെള്ളം പോലുള്ളതൊന്നും സുധിച്ചേന് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഭക്ഷണങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് എരിശ്ശേരിയാണ്. അപ്പോൾ മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് നമ്മൾ അരപ്പ് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അരപ്പ് ചേർത്തിട്ട് പിന്നെ ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടൊന്ന് കടുക് പൊട്ടിച്ച് അതിലോട്ടിടുക, അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല, ഞാൻ ശ്രമിക്കാറില്ല. അങ്ങനെ ഞാൻ എരിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുധിച്ചേട്ടൻ അച്ഛനെ നല്ല അടിപൊളിയായിട്ട് വെക്കും. ഞാൻ അങ്ങനെയാണ് കൂടുതലും തിന്നിട്ടുള്ളത്. അച്ഛൻ വെച്ചിട്ടാണ് ഞാൻ തിന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ സുധിച്ചേട്ടൻ ഞാനത് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു അച്ഛൻ വെക്കണോ അല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് വെറുതെ എന്നെ സുഖിപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ തിന്നാനും നല്ലതാണ്. ഇനിയിപ്പം നമ്മൾ മണങ്ങിൽ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കറി വെക്കണം എന്നുള്ളത് എൻ്റെ പ്ലാനിലുണ്ടായില്ല, പക്ഷേ ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതൊന്ന് കറി വെക്കുകയാണ്. മുളക് ചാറായിട്ട് വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുടപ്പുളിയാണ് കേട്ടോ ഞാൻ ഇടാറ്. ചിലവർ വാളംപുളി ഇടണ കാണാറുണ്ട്, തിരുവനന്തപുരം ഭാഗത്തുള്ളവർ. ഒന്ന് ജസ്റ്റ് നോക്കണം എന്നെങ്കിലും അതൊന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കണം കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം മണങ്ങിട്ടാൽ മതിയിട്ട്. ഒന്നല്ല മണങ്ങിന് വേവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ ശരിയാക്കിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തിളച്ചിട്ട് ഞാൻ മീനെടുത്തിടും കേട്ടോ. അപ്പോൾ ഇതേ മക്കൾക്ക് ഞാൻ പുട്ടും കടലയും കൂടെ കൊടുക്കാനായിട്ട് പോവാണ്. കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കഴിപ്പിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി തിളച്ച് വന്നപ്പോൾ ഞാൻ മീൻ അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ താളിക്കൽ പരിപാടിയൊന്നുമില്ല, പാലൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ലല്ലോ. മണങ്ങ എപ്പോഴും നമ്മൾ മുളക് ചാറ് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ എന്താ, ഞങ്ങൾ ചോറ് കൊണ്ടുപോകണ പാത്രം ആനപ്പുഴയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ സുധിച്ചേട്ടൻ്റെ വാഴയിലൊക്കെ വെട്ടിയിട്ടാണ് കേട്ടോ ചോറ് എടുക്കുന്നത്. സുധിച്ചേട്ടനാണ് ചോറൊക്കെ എടുത്ത് വെച്ചത്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ചോറ്, മീൻ വറുത്തത്, കടല, അതേപോലെ തന്നെ പുട്ട്, മീൻകറി, എരിശ്ശേരി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ വിഭവങ്ങൾ. പിന്നെ നമ്മുടെ മീൻകറി ആയതിനു ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കറികൾ വളരെ അടിപൊളിയാണെന്ന് പറയുമ്പോൾ സുചേരൻ പറയും സ്വയം ഉണ്ടാക്കി സ്വയം അടിപൊളിയാണെന്ന് പറയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ത് ചെയ്തു, ഞാൻ ഗോതമ്പ് പുട്ടും കടലയും കൂടി എടുത്തിട്ട് തിന്നാണേ. കടലയും പുട്ടും നന്നായിട്ടുണ്ട് കേട്ടോ.
ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി എന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. ചില സമയത്ത് അങ്ങനെയും ചെയ്യും കേട്ടോ, മറന്നു പോകും കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എനിക്ക് ചത്താൽ മതിയെന്ന് തോന്നും ചില സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ദേ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കടയിലേക്ക് പോവാണ്. സുക്രുവിനെ നേഴ്സറിയിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. നേഴ്സറിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ സുക്രുവിൻ്റെ ഹാല് ഇളക്കണ പോലെയാണ്. എന്താ എന്ന് മാറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവൻ സ്കൂളിൽ പോവില്ലേ? പോവില്ലെങ്കിൽ പോണ്ട. അപ്പൊ ഈ മാസം ജനുവരി ആദ്യത്തോടു കൂടി സ്കൂളിൽ ചെന്ന് അന്വേഷിക്കണം. കുറെ സ്കൂളുകൾ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫീസും കാര്യങ്ങളും നമുക്ക് പറ്റണ രീതിയിലുള്ളതല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ചേർക്കണം. അങ്ങനെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.